ഹലോ നമസ്കാരം. ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസ് കാരൽസ് ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് വീട്ടിൽ പോയിട്ട് നമ്മളിനി അടുത്ത വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തൊട്ടടുത്ത വീടുകൾ, ഒരു കുടുംബ യൂണിറ്റ് അങ്ങനെയല്ല നമുക്കിവിടെ. കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടിയിലാണ്, അവരവരുടെ വണ്ടികളിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്ലെസ്സിങ്ങും ഫസ്റ്റ് വീട്ടിലെ കാരൽസൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത വീടുകളിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പറയുക, നമ്മുടെ മദർമേയും ഔസപിതാവും ഉണ്ണീശിയും ക്രിസ്മസ് പാപ്പൊക്കെ ആയിട്ട് നാട്ടിലത്തെ ആ ഒരു നൊസ്റ്റു ഒട്ടും പോവാത്ത രീതിയിലുള്ള ഒരു ക്രിസ്മസ് കാരൽസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഹലോ ഹലോ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെരോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, രക്ഷകനെ ആകാംക്ഷയോടെ കാത്തിരുന്ന പൂർവ്വപിതാക്കന്മാരോടും പ്രവാചകന്മാരോടും കൂടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പൂർവ്വപിതാക്കന്മാർക്ക് നിന്നിലുണ്ടായിരുന്ന വിശ്വാസവും ചൈതന്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. കർത്താവായ ദൈവമേ, നിന്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ച അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. അപ്പൊ ഈ പാട്ടുകൾ പറയട്ടെ അല്ലെ? ക്രിസ്തുരാജനേ, ക്രിസ്തുരാജനേ, രാജാധിരാജനേ, രാജാധിരാജനേ, ഭൂമിയിൽ സർവ്വമനുഷ്യരുള്ളവർക്ക് സമാധാനം, ഭൂമിയിൽ സർവ്വമനുഷ്യരുള്ളവർക്ക് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ. എല്ലാ ഫാമിലി മെമ്പേഴ്സും അവരവരുടെ വീടുകളിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ വാതിലൊക്കെ പൂട്ടി എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ക്രിസ്മസ് കാരൽസിന് പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളൊരു 5:30, 5:45 കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് വീട്ടിലേക്ക് പോയി. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീട്ടുകാരും ഉണ്ടായിരുന്നു. അതേപോലെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. അപ്പോൾ ചെറിയൊരു പ്രയറോട് കൂടിയിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് എല്ലാം ബ്ലെസ് ചെയ്ത് നമ്മൾ അവിടുന്ന് ക്രിസ്മസ് കാരൽസ് ഒക്കെ പാടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അടുത്ത വീടുകളിലേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ള പോലെ തൊട്ടടുത്തല്ല വീടുകൾ. അതുകൊണ്ട് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് ഡെഫിനറ്റ്ലി നമ്മൾ വണ്ടിയിൽ തന്നെ പോകേണ്ടി വരും. ഒരു 14-15 ഫാമിലീസ് ഒക്കെ വരുന്ന ചെറിയൊരു കുടുംബ യൂണിറ്റാണ് ഞങ്ങളുടെ കേട്ടോ. പക്ഷേ എല്ലാവർക്കും, എല്ലാ ഫാമിലീസിനും ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനും മന്ത്ലി ഗ്യാതറിങ്ങിന് വരാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതിനു മുൻപ് എപ്പോഴോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലുള്ള പോലെ തന്നെ നമുക്കിവിടെ ഫാമിലി യൂണിറ്റ്സ് ഉണ്ട് പള്ളിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസാണ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് മാറി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു ഫീലിങ്ങേ ഇല്ല നമുക്ക്. കാരണം ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഈ പുരുഷന്മാരെല്ലാവരും ഒരേ നിറത്തിലും ഭാവത്തിലും ചിരിച്ചു പോകുന്നതിൻ്റെ പുറകിൽ ഞങ്ങളുടെ സ്ത്രീകളുടെ കൂട്ടായ കുറച്ച് പ്രയത്നം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സർപ്രൈസായിട്ട് ഇവർക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്തതാണ്. ഇവർക്കൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയി കണ്ടപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞത്. നമ്മൾ 3-4 വീട് കഴിഞ്ഞിട്ടാ അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പൊന്നുസേ, പൊന്നുസിനെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് സീറ്റിലിരുത്തി എടുക്കും. അപ്പോൾ അത് ഇഷ്ടപ്പെടാനുള്ള അവളില്ല എന്ന് പറയണേ. അപ്പോൾ ഞങ്ങളെല്ലാം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞ സമയം 7:15 ആവാറായി, 7:30 ആവാറായി.
പക്ഷെ നല്ല വെളിച്ചുണ്ട്. ഒരു 8 മണി 8:30 എന്തായാലും ഇരുട്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പൂർവ്വപിതാക്കന്മാർക്ക് നിന്നിലുണ്ടായിരുന്ന വിശ്വാസവും ചൈതന്യവും ഞങ്ങളിലും ഉളവാക്കണമേ. മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി സ്വർഗം വിട്ട് ഭൂമിയിലെത്തിയ ഈശോ മിശിഹായെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നിന്റെ വാഗ്ദാനമായ ശാന്തിയും സമാധാനവും ഈ കുടുംബത്തിന് നൽകണമേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ ലാസ്റ്റ് വീക്കായിരുന്നു ക്രിസ്മസ് കാരൽസ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ ഫാമിലി യൂണിറ്റ്സും ലാസ്റ്റ് വീക്ക് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയേക്കായിരുന്നു ഹണ്ടർ വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ട്രിപ്പ് പോയതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്തവണ ഈ വീക്ക് നമ്മൾ ചെയ്തത്. വളരെ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. നമ്മളൊരു 5:45-6 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ വീടുകളിലും പോയി ശരിക്കും പറഞ്ഞാൽ രാത്രി ഒരു 12 മണിയോട് കൂടിയാണ് ലാസ്റ്റ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പം അതിനിടയിൽ തന്നെ നമ്മൾ പല വീടുകളിൽ നിന്നും കേക്കും ജ്യൂസും വെള്ളവും എല്ലാം കുടിച്ച് നമ്മൾ വയറ് ഫുള്ളാക്കിയിട്ടാണ് ലാസ്റ്റ് വീട്ടിൽ ചെല്ലുന്നത്. അവിടെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ വീടുകളിലെ പുൽക്കൂടുകൾ നമ്മൾ കണ്ടു, ക്രിസ്മസ് ട്രീസ് കണ്ടു, അതേപോലെ തന്നെ എല്ലാവരും ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോസും നല്ലൊരു ഫണ്ണായിരുന്നു. കാരണം ഈ ക്രിസ്മസ് കാരൽസ് പാടുമ്പോഴും നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും നമ്മുടെ ചെറുപ്പത്തിൽ നാട്ടിലൊക്കെ കരോൾസ് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് എനിക്കൊന്ന് കുറച്ചും കൂടി നന്നായിട്ടാണ് ഞാൻ ഇവിടെ അത് എൻജോയ് ചെയ്യുന്നത്. കാരണം വീട്ടിൽ നിന്ന് എല്ലാവരും വരും, എല്ലാ ആൾക്കാരും വീട്ടിൽ നിന്ന് വരും. അപ്പോൾ എല്ലാവരും കൂടി നമുക്കൊരു 14 വീടുള്ള യൂണിറ്റ് ആണെങ്കിലും നിറച്ച ആൾക്കാരുണ്ട്. ഒരു 10-40 ആൾക്കാരുടെ അടുത്തുണ്ട്. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ ക്രിസ്മസ് കാരൽസ് പോകാന്നുള്ളത്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ നല്ല ആഘോഷമായിട്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞും ചെണ്ടകുട്ടിയും പി വിളിച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പം അതിൻ്റെ ഇടയിൽ ആരോ ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ മറ്റൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സംസ്കാരത്തിനനുസരിച്ച് വേണം ജീവിക്കാനായിട്ട്, നമ്മൾ നമ്മുടെ കൾച്ചറും കാര്യങ്ങളും അവിടെ കുത്തിത്തിരികാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളിത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് റിമൈൻഡ് ചെയ്യുക. അത് നമ്മുടെ ഒരു സന്തോഷമാണ്, അല്ലാതെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മനോഹരങ്ങളായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Bye.